നമ്മുടെ ഉപ്പിയണ്ണൻ പാചകം ചെയ്ത് അവസാനം കരിഞ്ഞു പോയ ഒരു അപരാധമാണ് UI. മൂപ്പര് തന്നെയാണ് ഈ പടം എഴുതിയേക്കണതും ഡയറക്റ്റ് ചെയ്തേക്കുന്നതും. ഇത്ര ദൂരം ഈ വെയിലത്ത് ബൈക്ക് ഓടിച്ച് ഈ പടം കാണാൻ വന്ന ഫാൻസ് തിയേറ്ററിൽ എത്തിയിട്ട് പടം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉപേന്ദ്രയുടെ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട് മോനെ. ആ പടം കാണാൻ വന്നവരെ ഒരുമിച്ചിട്ട് ഊക്കണ ഒരു ഡിസ്ക്ലൈമർ. ഇഫ് യു ആർ എ ഫുൾ വാച്ച് ദ എൻറ്റയർ മൂവി. പടം പൊട്ടാൻ വേറെ എന്തെങ്കിലും വേണോ? ആഞ്ജനേയ സ്വാമി. ഈ പടം തുടങ്ങുന്നത് ഉപേന്ദ്രയുടെ ഒരു പുതിയ പടം ഇറങ്ങി ഭയങ്കര ചർച്ചയായി, ഭയങ്കര ബുക്കിംഗ് ആയി. പടത്തിൻ്റെ ടിക്കറ്റ് കിട്ടാണ്ട് ആൾക്കാർ തിയേറ്ററിൻ്റെ പുറത്തിരുന്നിട്ടൊക്കെ സൗണ്ട് കേൾക്കണ്. അങ്ങനെ വൻ വിഷയം. ഫസ്റ്റ് ഹാഫ് ക്ലാസ് ആണ്, കമ്പ്യൂട്ടർ സയൻസ്, മാത്സ് അങ്ങനെ അറിയണ ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് മാസാണ്. ഈ പടത്തിൻ്റെ സർട്ടിഫിക്കേഷൻ വരെ അവരാതാണ് ഗൈസ്. UI യൂണിവേഴ്സൽ ഇൻ്റലിജൻറ്റ്. ശരിക്കും പറഞ്ഞാൽ അത് UA ആണ്, യൂണിവേഴ്സൽ അപരാധം. ഊപ്പിയണ്ണൻ്റെ പടം കണ്ടിട്ട് ഒരു റിവ്യൂവറിനൊന്നും മനസ്സിലാവില്ല. എന്നിട്ട് മൂപ്പര് ഊപ്പിയണ്ണൻ എഴുതിയ സ്ക്രിപ്റ്റ് വായിക്കാനായിട്ട് ആ സ്ഥലത്തേക്ക് പോവും. എന്നിട്ട് മൂപ്പര് ആ സ്ക്രിപ്റ്റ് വായിക്കും. കഥ ഇനിയാണ് തുടങ്ങാൻ പോണേ. ഒരു സ്ഥലത്ത് ഭൂമിയേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചീനെ കുറച്ച് പേര് ചേർന്നിട്ട് കൊല്ലും. പക്ഷെ ഭൂമിയേച്ചിക്ക് 2 മക്കളുണ്ട്. അതിലെ ഒന്നാമത്തെ മകനാണ് നമ്മുടെ നന്മയോളി. നാട്ടുകാർക്ക് വേണ്ടി ഓരോ നന്മ ചെയ്യലാണ് നമ്മുടെ നന്മയോളിയുടെ പരിപാടി. ജനങ്ങൾക്ക് വേണ്ടി ചാവാൻ വരെ മൂപ്പർക്ക് ഒരു മടിയില്ല. നമ്മുടെ വിജയണ്ണന്റെ അതേ സ്വഭാവ. ജനങ്ങൾക്ക് വേണ്ടി ചാകാൻ പോലും ഞാൻ സന്തോഷത്തോടെ ഈ വേഷം കുടിക്കും. എനിക്ക് വിജയണ്ണനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് സഹിക്കില്ല. പിന്നെ നമ്മുടെ നന്മയോളിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, ചോര ചേച്ചി. ചോര കൊടുത്താണ് മൂപ്പര് സ്നേഹിക്കണേ. അതാണ് നമ്മ ചോര ചേച്ചിന്ന് വിളിക്കണേ. എന്റെ ഹീറോ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് രക്തം ചെയ്യുമ്പോ ഞാൻ എന്റെ ഹീറോയ്ക്ക് വേണ്ടി ഇത്രയും രക്തം കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് ലവറാ. ചോര ചേച്ചിക്ക് പക്ഷെ പേടിയാണ് നമ്മുടെ നന്മയോളിയോട് ഇഷ്ടാന്ന് പറയാനായിട്ട്. എന്റെ പ്രേമം അവനോട് തുറന്നു പറയാൻ അത്രയ്ക്ക് പേടിയാ എനിക്ക്. ഇത് വൺ സൈഡ് ലവ് ആണ്. വൺ സൈഡ് ലവ് എന്ത് പെയിൻഫുൾ അറിയോ? അല്ല വേട്ടെ, വൺ സൈഡ് ലവ് എന്ത് പെയിൻഫുൾ അറിയോ? ഞാൻ വിചാരിച്ചേക്കാട്ടും വളരെ ബോൾഡാണ്. പിന്നെ നമ്മുടെ ഭൂമിയേച്ചിയുടെ 2ാമത്തെ മകനാണ് ക്രൂരേട്ടൻ. മൂപ്പര് ഭയങ്കര ക്രൂരനാണ്. മൂപ്പർക്കൊരു ഗംഭീര ഒരു സോങ് ഉണ്ട് ഈ പടത്തില്, എന്റെ പൊന്നുമോനെ. നമ്മുടെ ക്രൂരേട്ടൻ നമ്മുടെ നന്മയോളിനെ സെല്ലിലാക്കും. എന്നിട്ട് അവിടുത്തെ മന്ത്രിനെ സുപ്രീം യാസ്കിനാക്കാന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് അവൻ അവിടുത്തെ രാജാവും. എന്നിട്ട് പിന്നെ അവിടെയുള്ളവരെ മൊത്തം നാട്ടുകാരെ ദ്രോഹിക്കലാണ് നമ്മുടെ ക്രൂരേട്ടൻ്റെ ഹോബി. അത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ നന്മയോളി വരും. നന്മയോളിയുടെ തലമുണ്ടയ്ക്ക് ഒരു കല്ലെടുത്തെറിയും. അതുവരെ ഈ ബുക്കിലുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റിവ്യൂവർ മനസ്സിലാക്കണേ, ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടത്തിന്റെ കഥ ഇതല്ല, ഇത് വേറെ ഏതോ കഥയാണെന്ന്. അപ്പൊ എന്തിനാണ് നീ ഇത് ഫുള്ളിരുന്ന് വായിച്ചേ? ഫസ്റ്റ് പേജ് വായിക്കുമ്പോൾ എന്നെ കഥ വേറെ ആണെങ്കിൽ മനസ്സിലാക്കിക്കൂടെ? എന്നിട്ട് ഇവന് ഈ പടം ഒന്നുകൂടി കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് വീണ്ടും പടം കാണാൻ പോവും. എന്നിട്ട് ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവസാനിക്കും. സന്യാസിയാവാൻ പോയി ഒരാൾ പടം കണ്ടിട്ട് സ്വർണ്ണമൊക്കെ കൊടുത്തിട്ട്. പിന്നെ ഒരു കപ്പിളായിട്ട് ഈ സിനിമ കാണാൻ പോയവർ പിരിഞ്ഞു. ഈ പടം കഴിഞ്ഞ് കഴിഞ്ഞിരിക്കും. സ്വാഭാവികം ഈ അവരാതൊക്കെ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന പ്രാന്താവില്ലേ?